ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട്, സാജിറ്റേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങൾക്ക് മാച്ച് ആവണ, നിങ്ങളുടെ ലൈഫിൽ മാച്ച് ആവണ മെസ്സേജസ് എടുത്താൽ മതി. ബാക്കിയുള്ള മെസ്സേജസ് വേറെ സാജിറ്റേറിയസിന് വേണ്ടിയിട്ടായിരിക്കാം, അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്യാം. അതല്ലാണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാം വാട്സാപ്പിൽ, അതല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്ത് അവിടെയും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മന്ത്ലി നവംബർ മെസ്സേജസിന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ആദ്യം നമ്മൾ ഓറക്കിൾ കാർഡ്സ് ആണ് എടുക്കാൻ പോണത്. അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ റൂസ്റ്റർ, ആൻ ആരോഗൻറ്റ് ബോസ്റ്റ്ഫുൾ പേഴ്സൺ യു ഷുഡ് നോട്ട് ക്രോസ്. അപ്പോൾ ഇതൊരു വാർണിംഗ് മാതിരി ഒരു കാർഡാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വെച്ച കരിയറിൽ ഇങ്ങനത്തെ ഒരു ആരോഗൻറ്റ് ഒരു പേഴ്സൺ ഉണ്ടാവും. അവരെ എത്രയും പറ്റുന്ന വെച്ചാൽ അവോയ്ഡ് ചെയ്യുക. യോക്ക് ഉണ്ട്, ഫീലിംഗ് ടൈഡ് ഡൗൺ ഓർ ഫ്രസ്ട്രേറ്റഡ്. അപ്പോൾ ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയി ഫീൽ ചെയ്യണു, കുറേ ഫ്രസ്ട്രേറ്റഡ് ആയി ഫീൽ ചെയ്യണു. സിസേഴ്സ്, ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർ. അപ്പോൾ ചില ഡിസപ്പോയിൻമെൻറ്റ്സും ഉണ്ട് ഒരു സിറ്റുവേഷനിൽ. മണി പാത്ത്, എ പാത്ത് വിത്ത് മണി ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട് വെച്ചാൽ ഒരു പുതിയ വഴി നിങ്ങൾ കണ്ടുപിടിക്കും. അതാണ് ഇവിടെ വന്നിരിക്കണേ. റാം, സ്റ്റബേൺ അഗ്രസീവ് പേഴ്സൺ. അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ ഈ പേഴ്സൺ കുറേ സ്റ്റബേൺ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്, കുറേ ഫ്രസ്ട്രേറ്റിംഗ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഓണർ ആൻഡ് റെസ്പെക്റ്റ് വിൽ കം ടു യു. അപ്പോൾ കുറേ റിവാർഡ്സും ഉണ്ട് ഈ മാസം. പക്ഷേ ചില ആൾക്കാരുടെ കൂടെ ഡീൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഡീൽ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ടാരോ മെസ്സേജസ് നോക്കാം എന്താണെന്ന്. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങളുടെ 7 ഓഫ് പെൻറ്റിക്കിൾസ്. പാസ്റ്റ് എനർജി നിങ്ങളുടെ 8 ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് എനർജി 4 ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചർ എനർജി 2 ഓഫ് പെൻറ്റിക്കിൾസ്. എന്താണ് നിങ്ങളുടെ ചാലഞ്ച്? Ace of Cups. Advice 6 of Pentacles. Surprise factor Ace of Wands. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടി ഈ കാർഡാണ്. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ ഞാൻ കാണുന്നത് കുറേ പെൻറ്റിക്കിൾ എനർജീസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ മാസം നവംബർ മാസത്തിൽ നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ഫിനാൻസസിലാണ്. പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ആലോചിക്കണത്. ഇമോഷൻസ് അത്ര കാണാനില്ല. ഒരു കാർഡേയുള്ളൂ ഇവിടെ ഇമോഷണൽ കാർഡ്, അതും ചാലഞ്ച് പൊസിഷനിലാണ്. ഓക്കെ, അപ്പോൾ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങൾ കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട് പാസ്റ്റിൽ, ഏതോ ഒരു കാര്യത്തിൽ, ഒരു പ്രോജക്റ്റിൽ, ഒരു കരിയറിൽ, ഒരു ബിസിനസ്സിൽ. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഔട്ട്കം ഉണ്ടാവും എന്ന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണു. അപ്പോൾ എന്തോ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണു. നിങ്ങളുടെ ചിലവർ പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു, ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. അതല്ല വെച്ചാൽ ഒരു പേഴ്സൻ്റെ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ആദ്യം പ്ലാനിങ് എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ആണ് ചെയ്യണത്. ഇത്
വന്ന ഫ്യൂച്ചറിൽ ഞാൻ എന്താ ചെയ്യുക, ഫ്യൂച്ചറിൽ ഇങ്ങനെ ഞാൻ എക്സ്പാൻഡ് ചെയ്യും, എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യും, ഇല്ലേച്ച ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണത്, കല്യാണം കഴിക്കാൻ പോവും. അപ്പോൾ അങ്ങനെ പ്ലാനിങ്, ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങൾ കുറേ ചെയ്യേണ്ട ഈ മാസം. നൈറ്റ് ഓഫ് സോസ്, അപ്പോൾ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട്, അത് ഈ മാസം തന്നെയാണ് വരിക. ഇപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ചിലവർക്ക് ഇതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലവർക്ക് ഇതൊരു റൊമാൻറ്റിക് ഓഫർ ആയിരിക്കാം. അപ്പോൾ നമ്മൾക്ക് നോക്കാം ബാക്കിയുള്ള കാർഡ്സ് എന്താണ് ഉള്ളതെന്ന്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിലും നിങ്ങൾ ഏതോ ഒരു പ്രോജക്റ്റിലോ ജോലിയിലോ എവിടെയോ നിങ്ങൾ കുറേ ഫോക്കസ് ഇട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, എഫേർട്ട് ഇട്ടു, അതിൽ നിങ്ങൾക്ക് കുറേ സക്സസ്സും ഉണ്ടായി. ഓക്കെ, കുറേ റിവാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി, പുതിയ ഓപ്പർച്യൂണിറ്റീസ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു നല്ല റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ ജോലിയുടെ ഓഫർ അതൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഒരു സ്റ്റാഗ്നൻറ്റ് ഫേസിന് നിങ്ങൾ പുറത്ത് വന്ന് ഒരു തുടക്കം, ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. റിലേഷൻഷിപ്പാണ് വെച്ചാൽ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു സ്റ്റാഗ്നൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പാസ്റ്റിൽ എന്തോ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല, വെച്ചാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. പക്ഷേ ഈ മാസം 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും ഈ മാസം നിങ്ങൾ അങ്ങനെ മുമ്പത്തെ പോലെ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവണില്ല, കുറേ റിസർവ്ഡ് ആയിട്ടാണ്. എന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, നിങ്ങളുടെ മനസ്സിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, എന്താ വേണ്ടത് നിങ്ങൾക്ക് അറിയില്ല. ഇത് ജോലിയുടെ കാര്യത്തിലും ആവാം. ഫിനാൻഷ്യലി കുറച്ച് സൂക്ഷിക്കണം, ചിലവ് കൂടുതലായിരിക്കും. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓഫേഴ്സ് കുറേ ഉണ്ട്, പക്ഷേ ഏത് ഓഫറാണ് നിങ്ങൾക്ക് വേണ്ടി നല്ലതായിരിക്കുക, അത് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അതിനെക്കുറിച്ച്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ പഠിപ്പ് കഴിഞ്ഞിട്ട് ഏത് ജോലിക്കാണ് പോകേണ്ടത്, ഇല്ലേച്ചാൽ ഏത് കോളേജിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഇവിടെ കുറേ ഒരു ഓപ്ഷൻസ് ഉള്ള മാതിരി ഒരു എനർജി കാണുന്നത്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഫ്യൂച്ചറിൽ. അപ്പോൾ ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ 2 ഓപ്ഷൻസിൽ ചൂസ് ചെയ്യാൻ നോക്കണോ, ഇല്ലേച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനലി നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണോ. എന്താ വെച്ചാൽ എല്ലാം കാര്യം നിങ്ങൾക്ക് 100% റിസർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റില്ല, എല്ലാത്തിലും ഒരു 100% നിങ്ങൾക്ക് ഗ്യാരൻറ്റി കിട്ടില്ല. നിങ്ങൾക്കൊരു ചാൻസ് എടുത്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇത് വർക്കൗട്ട് ചെയ്യോ ഇല്ല എന്ന്. അപ്പോൾ ആ ഫെയ്ത്ത് കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകണു, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ റിലേഷൻഷിപ്പാണ്, ചിലവർക്ക് ഇതൊരു പുതിയ ജോലിയാണ്, ചിലവർക്ക് ഇതൊരു പുതിയ കോളേജാണ്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഈ മാസം ഒട്ടും ഇമോഷൻസ് ഞാൻ കാണില്ല, കൂടുതൽ പ്രാക്ടിക്കൽ എനർജിയാണ്. ഇവിടെ ഒരു ലവ് ഓഫർ കാണാണ്ട്, പക്ഷേ അതിലും ഞാൻ കാണുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കുറേ ഒരു സ്ട്രേറ്റ് ഫോർവേഡും പ്രാക്ടിക്കൽ എനർജിയിലാണ്. അപ്പോൾ ഇമോഷണൽ കാര്യങ്ങൾ കുറച്ചൊരു ബാക്ക് സീറ്റ് എടുക്കണു ഈ മാസം. വേൾഡ് എനർജി, ഇവിടെ ട്രാവൽഡ് എനർജി ഉണ്ട്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, എല്ലാം കാര്യങ്ങൾ ക്ലിയറായി, പേപ്പേഴ്സും ടിക്കറ്റ്സും എല്ലാം ശരിയായി എടുത്തിട്ടുണ്ടോ എന്ന് അതൊക്കെ സൂക്ഷിക്കണം. എസ്പെഷ്യലി നിങ്ങൾ അബ്രോഡ് പുറമേ പോകാൻ നോക്കണ്ട വെച്ചാൽ എല്ലാം പേപ്പർ വർക്ക് ശരിയാവണം. അതല്ല വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കമുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ നിങ്ങളുടെ ഇങ്ങനത്തെ ഒരു പ്രാക്ടിക്കൽ എനർജി ആയതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക, ഇമോഷൻസ് കുറവാണ്. ഓക്കെ, കൂടുതൽ പ്രാക്ടിക്കൽ ഡിസിഷൻസ് ആണ് നിങ്ങൾ എടുക്കണേ. അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ട എന്താ വെച്ചാൽ യൂണിവേഴ്സ് പറയണത്, നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ആൾക്കാരുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരും ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഹെൽപ്പ് ആരെങ്കിലും ചോദിച്ചാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. എന്താ വെച്ചാൽ എസ്പെഷ്യലി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ ഫീലിങ്സ് ഒക്കെ പറയുമ്പോൾ അവരെ കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് കുറച്ച് എഫേർട്ട് ഇടാൻ നോക്കുക. എന്താ വെച്ചാൽ ഇവിടെ ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ വരണ പേഴ്സൺ കുറേ എഫേർട്ട് ഇടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഭാഗത്തിന് ആ എഫേർട്ട് കുറവാണ്. അപ്പോൾ അത് ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. ഏസ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ. അപ്പോൾ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കം, ഒരു
കുറേ ഒരു എബണ്ടൻറ്റ് എനർജിയാണ് ഇത്. അപ്പോൾ ചിലവർക്ക് ഇത് സോൾമേറ്റ് കണക്ഷനാണ്, ചിലവർക്ക് ഇതൊരു ക്രിയേറ്റീവ് പ്രോജക്റ്റാണ്. അപ്പോൾ എന്തോ ഒരു പുതിയ എനർജി ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് പാസ്റ്റിൻ്റെ എനർജീനെ നിങ്ങൾക്ക് വിട്ടിട്ട് വേണം ഈ പുതിയ എനർജിയിലേക്ക് പോവുക. എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു എൻഡിങ് പോലെ ഒരു എനർജി കാണാണ്ട് അതിന് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഹീൽ ചെയ്തിട്ട് റിക്കവർ ചെയ്തിട്ട് വേണം മുമ്പോട്ടേക്ക് പോവുക. എന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ. നിങ്ങളുടെ ലൈഫിലും കുറേ വലിയ ചേഞ്ചസ്, വലിയ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്കം 5 of Swords. കുറേ ജെലസ് എനർജീസ് ഉണ്ട്. കുറേ ആൾക്കാർ നിങ്ങളുടെ പ്രോഗ്രസ്സും സക്സസ്സൊക്കെ കണ്ടിട്ട് ജെലസാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലും കുറേ ഒരു വിഷമം. എന്താ വെച്ചാൽ ഇവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, കലീഗ്സ് ആവാം, ഇവരുടെ കൂടെ നിങ്ങൾ എല്ലാ ദിവസം ഇൻട്രാക്ട് ചെയ്യണ ആൾക്കാരാവാം. അപ്പോൾ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ കുറച്ചൊരു ആങ്സൈറ്റിയും കുറേ വിഷമം, രാത്രി ഉറക്കമില്ല, അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അവരെയൊക്കെ വിട്ട് അവരെ കൂടുതൽ ശ്രദ്ധിക്കണ്ട. എന്താ വെച്ചാൽ ഇവരൊക്കെ ഒരു ടെമ്പററി ഫേസിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യണ ആൾക്കാരാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം യൂണിവേഴ്സ് തന്നെ കൊണ്ടുവരണ ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് ഇവരുടെ കൂടെ കൂടുതൽ ഇൻവോൾവ് ആയിട്ട് നിങ്ങളുടെ എനർജീനെ നെഗറ്റീവ് ആക്കരുത്. കുറേ ആൾക്കാർ ജെലസ് ആവും, കുറേ ആൾക്കാർ നിങ്ങൾക്ക് ഇല്ല ബ്ലെസ്സിങ്സ് ഒക്കെ എടുക്കാൻ നോക്കും, അവർക്കും ഈ ബ്ലെസ്സിങ്സ് വേണം പറഞ്ഞിട്ട്. അതിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മാതിരി ഒരു എനർജി ഉണ്ട്. പക്ഷേ സൂക്ഷിച്ചിട്ട് വേണം ആൾക്കാരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾ പറയണതൊക്കെ അവർ നല്ല പോലെ നിങ്ങളുടെ മുമ്പിൽ വെച്ചെല്ലാം നല്ലതായിരിക്കും പറയുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അറിയാണ്ട് അവർ ഈ ബ്ലെസ്സിങ്സിനെ സാബോട്ടാജ് ചെയ്യാനും നോക്കുന്നുണ്ടാവും. അപ്പോൾ ഏതും ഇൻഫർമേഷൻ കൊടുക്കണ മുമ്പേ ആരോടാണ് ഇത് പറയണമെന്ന് അത് സൂക്ഷിക്കുക. ഓക്കെ, എന്താ വെച്ചാൽ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ല, എല്ലാവരെയും നിങ്ങൾ വിശ്വസിച്ചുവിടുക. അപ്പോൾ അത് സൂക്ഷിക്കുക. പക്ഷേ അതർവൈസ് നിങ്ങളുടെ ഈ മാസം കുറേ ഒരു പോസിറ്റീവ് മാസമാണ്. എസ്പെഷ്യലി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നല്ല മന്താണ് ഇത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ബോണസ് റീഡിങ് നിങ്ങൾക്ക് വേണം വെച്ചാൽ ഈ കമൻറ്റ്സിൽ ബോണസിന് എഴുതുക. ഏത് സൈനിനാണ് കൂടുതൽ ബോണസ് മെസ്സേജസ് കിട്ടണമെന്ന് വെച്ചാൽ ആ സൈനിന് മാത്രമാണ് ഞാൻ ബോണസ് റീഡിങ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ബോണസ് വേണം വെച്ചാൽ ബോണസ് എന്ന് പറഞ്ഞ് കമൻറ്റ്സിൽ എഴുതുക. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.